ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് ഒന്ന് പുറത്തേക്കെല്ലാം ഒന്ന് ഇറങ്ങിയിട്ടുള്ളത്. രാവിലെ തന്നെ ഒരു 6:50 ആകുമ്പോഴത്തേക്കിനും നമ്മളിപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടാണ് ഉള്ളത്. ഇനി നമുക്കിവിടെ നിന്ന് നേരെ പോകുന്നത് കോഴിക്കോടേക്കാണ്. അപ്പോൾ അവിടെ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പിള്ളേരെയെല്ലാം കൂട്ടിയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് എന്ന് പറയാം. കാരണം ലുലു മാളിലേക്കാണ് പോകുന്നത്. നമ്മുടെ അടുത്ത് തന്നെ ഇപ്പോൾ ലുലു ഓപ്പൺ ആയിട്ട് നമ്മുടെ പോകാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതിനെ വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് ലുലുവിലേക്കായിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ രാവിലത്തെ ട്രെയിൻ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 2 മണിക്കൂറത്തെ യാത്രകൾക്ക് ശേഷം നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയിട്ടാണ് ഉള്ളത്. അങ്ങനെ പുറത്തിറങ്ങി നമ്മൾ നേരെ ഓട്ടോ കയറാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ലുലുവിലേക്ക് കുറച്ച് ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഓട്ടോ ഓടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. അവിടെ ഒരു വലിയ ക്യൂ ഉണ്ട്. നമ്മളെല്ലാവരും ക്യൂയിലേക്ക് പഴിക്കുക ചെയ്തത്. അപ്പോൾ അവിടെ ക്യൂവിൽ നിൽക്കണം, എന്നിട്ടാണ് ഈ ഓട്ടോ കിട്ടത്തുള്ളൂ, അല്ലാത്തവരെ ഓട്ടോയിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചില ആൾക്കാരൊക്കെ ആടുന്ന് ഇടുന്നതിൽ കയറുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാർ വന്നിട്ട് എല്ലാവരെയും നേരെ ക്യൂവിലേക്ക് നിർത്തിച്ച് എന്നിട്ടത്രേ ഓട്ടോയിലേക്ക് കയറ്റുന്നത്. അങ്ങനെ നമ്മൾ ഓട്ടോയിലേക്ക് കയറി നേരെ ലുലുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലുലുവിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൂരത്ത് നിന്ന് തന്നെ ലുലു കാണുമ്പോൾ മനസ്സിൻ്റെ അകത്ത് എല്ലാവരും സന്തോഷമുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ ലുലുവിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ എന്താ പറയുക, നാടായ കോഴിക്കോടിലെ ലുലു വന്നിട്ട് നമുക്ക് കാണാൻ പോവാതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇത് വേറെ സ്ഥലത്തും ലുലു ഉണ്ട്, എന്നാലും അങ്ങോട്ടേക്ക് പോകുന്നത് ഇതിനെക്കാട്ടി ദൂരത്താണ്. ഇതാണ് നമുക്ക് 2 മണിക്കൂർ യാത്രയിലുള്ളൂ. അപ്പോൾ ഇത്ര അടുത്തുണ്ടായിട്ട് നമ്മൾ വരാതിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ടതല്ലേ, കാണാതെ ഇതില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഉപ്പ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഉപ്പ നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫാമിലി ആയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പോരാത്തതിന് ഇവിടെ 50% ഓഫർ നടക്കുന്നുണ്ട്. അപ്പം ഈ ഓഫർ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പം 4 ദിവസമായി. ഇന്നാണ് ലാസ്റ്റ് ദിവസം. അപ്പം നമ്മൾ അത് ഓഫർ അറിഞ്ഞിട്ടല്ല നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഞായറാഴ്ചയാണ്. അപ്പോൾ എല്ലാവർക്കും വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയറുമ്പം തന്നെ ബാഗ് ടാഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ അവിടെ പോയി ടാഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ടാഗ് ചെയ്യുന്നത് ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഫോണിൻ്റെ ചാർജ് തീരാനായപ്പോഴാണ് ശ്രദ്ധിച്ചിരുന്നത്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്ക് സങ്കടമായിപ്പോയി. അങ്ങനെ നമ്മൾ വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി റേറ്റ് കുറവാണെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. വിചാരിച്ച പോലെയല്ല, അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ അടുത്തുള്ളവർക്കൊക്കെ ഇത് ഉപകാരമുള്ളതാണ്. കാരണം നമ്മൾ ദൂരത്തു നിന്നായതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ട്രെയിനിങ് കയറ്റിയിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടതാണ്. അതിനും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അധിക സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന ഗാലക്സി ചോക്ലേറ്റിനൊക്കെ 99 റുപ്പീസാണ്. അപ്പോൾ ഞാനങ്ങനെ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ടേസ്റ്റ് നോക്കി ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അപ്പം എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ബാക്കിയുള്ള അത്യാവശ്യം ചോക്ലേറ്റ്സിനൊക്കെ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു. റേറ്റൊക്കെ നോക്കിയപ്പം അത്യാവശ്യം കുറവുണ്ട്. കുറേ കാലമായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനമാണ് ബ്ലൂബെറി. അപ്പോൾ ഇവിടെ 229 രൂപയ്ക്ക് ബ്ലൂബെറി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം 350 ആ ഒരു റേഞ്ചിലായിരുന്നു അധികം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നേരം വാങ്ങിക്കാനൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കഴിക്കണമെന്നുണ്ട്, എന്നാലും വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷേ ഇങ്ങനെ 300 ആ ഒരു റേറ്റ് കാണുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 229 രൂപ കണ്ടപ്പം 100 രൂപ ഡിഫറൻസേ ഉള്ളൂ. എന്നാലും കണ്ടപ്പോൾ പിന്നെ വിചാരിച്ച് ഇനിയും ആശിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരെണ്ണം വാങ്ങിച്ചു. കാരണം കുറേ ആയിട്ട് വിചാരിക്കുന്നത് ഈ ബ്ലൂബെറിൻ്റെ ഐസ്ക്രീം കഴിക്കാറുണ്ട്. അതന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഐസ്ക്രീമാണ് ബ്ലൂബെറിൻ്റെത്. അപ്പോൾ അത് കണ്ടപ്പോൾ അത് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നല്ല രസമുണ്ടായിരുന്നു, നല്ല കളർഫുള്ള്. അങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ ഫ്രൂട്ട്സും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോ ആൾക്കാരൊക്കെ. പിന്നെ ബേക്കറീൻ്റെ സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്.
ഞാനിപ്പോൾ കണ്ടതാണ് നമ്മളെ കുനാഫിയും അതുപോലെ തന്നെ ബക്ലാവ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ബേക്കറീൻ്റെ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കോർട്ടിൽ പോയിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിയത്. പിന്നെ അത്യാവശ്യം ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിയത് ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നാട്ടിലോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. ചിലത് ഫുഡ് ഐറ്റംസ് വാങ്ങി നാട്ടിലോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് മോശമായി പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ റിസ്ക് എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫ്രോസൺ ഐറ്റംസാണ്. അതിലൊന്നാണ് ഈ സോസേജ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ സോസേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഇതെല്ലാം മോശമായി പോകുന്ന ഐറ്റംസ് അല്ലേ എന്ന് ചോദിക്കും ഞാൻ ഇത് വാങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇത് ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് വാങ്ങിയതാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇത് ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. ഇതിൻ്റെ വേറെ ടൈപ്പ് കിട്ടും, പക്ഷെ ഇത് കിട്ടത്തില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ചതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത്. ഇത് പോയാൽ പൊട്ടേന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ വേറെയും കുറച്ച് ഫ്രോസൺ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിക്കഴിഞ്ഞ് ട്രോളി കൊണ്ടിട്ട് പോയെന്ന് അതിൻ്റെ ഇടയിൽ ഉമ്മാൻ്റെ കാലിന് കൊണ്ടുപോയി കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുത്ത് കൊണ്ടുപോയി ഇതിൽ ഷൂ ആണ് ഇതിന് പോയത്. കാലിന് വേദന ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഷൂ കുളത്തി വന്നിട്ട് ലാസ്റ്റ് ഷൂ ഇനിട്ട് ഇടലായിരുന്നു പണി. പിന്നീട് ആദ്യം ഞാൻ കൊണ്ടുപോയിട്ട് ട്രോളിനെ കൊണ്ട് കാലിന് കുത്തിക്കൊണ്ടേ ഇരിക്കലായിരുന്നു. ഇതായിരുന്നു പണി. പിന്നെ ഈ ഷൂ കഴിയുന്ന ലാസ്റ്റ് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് മാറിയെന്ന് വേറെ ഇലട്ടേക്കല്ലോ ട്രോളി വന്നിട്ട് പോയാണ് ചെയ്തത്. പിന്നെ ബാഗിനൊക്കെ 50% ഒക്കെ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ബാഗിന് ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ബില്ലെല്ലാം അടിച്ച് നല്ല ബില്ലങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ സഞ്ചിയൊന്നും കിട്ടത്തില്ല എന്നുള്ളത് നമുക്കറിയായിരുന്നു. നമ്മുടെ നാട്ടിൽ പോലും കിട്ടാറില്ല, പിന്നെ ഇവിടെ ഇങ്ങനെ കിട്ടും. അതുകൊണ്ട് നമ്മൾ സഞ്ചിയൊക്കെ ഫസ്റ്റേ കരുതിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാം പ്രിപ്പയർഡാണ്, കാരണം എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വന്നതായിരുന്നു. അതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ സഞ്ചി അറിയില്ല, ഉപ്പ ആദ്യം ബില്ലടിച്ചിട്ട് ഉപ്പ പുറത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളെല്ലാം കരുതിയിട്ടാണ് വന്നതെന്ന് ഉപ്പ പറയുന്നുണ്ടായിരുന്നു. മുൻകൂട്ടി ആദ്യം പ്ലാൻ ചെയ്തിരുന്നല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് ബില്ലിൻ്റെ കണക്ക് ഇങ്ങനെ നീട്ടിപ്പിടിക്കുകയാണ്. എനിക്ക് ഇത്ര ബില്ലായി എന്ന് പറയുമായിരുന്നു ഞാൻ. പിന്നെ നമ്മളത് പ്രതീക്ഷിച്ചതാണ്. കാരണം നമ്മൊരു പർച്ചേസിങ്ങിന് അതിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ തന്നെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാൽ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പൊട്ടും. അത് ഉറപ്പായിരുന്നു, 100% ഉറപ്പാണ്. പൊട്ടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈസ പൊട്ടാണ്ട് നമ്മൾ ഇറങ്ങത്തില്ല. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കരുതിയതായത് കൊണ്ട് തന്നെ വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് വാങ്ങിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. അപ്പോൾ കയറുമ്പം തന്നെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നേരെ വന്നത് പ്ലേയിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ മോനിക്ക് നല്ല മനസ്സിൽ ലഡ് പൊട്ടുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ടായിരുന്നു നമുക്കിടുന്ന് കളിക്കാവുമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആന്ന് പറയുന്നത്, പക്ഷെ എന്നാലും കയറത്തില്ല, എന്നാലും വെറുതെ ആന്ന് പറഞ്ഞ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരെ ബേക്കറി താഴ്ന്ന ഹൈപ്പറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫുഡ് ഐറ്റംസ് ആയിരുന്നു നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് നെയ്പത്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ കുബൂസ്, നമ്മൾ ദുബൈയിലൊക്കെ കഴിക്കുന്ന പോലെ കുബൂസ് ആൻഡ് ഹമ്മൂസ്, അങ്ങനെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹമ്മൂസ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ അതും കഴിച്ച് പിന്നെ ഒന്ന് പ്ലേൻ്റെ ഒരു ഏരിയയിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി, അത്രയേ ഉള്ളൂ. പിന്നെ അധികം നിന്നിട്ടില്ല. പ്ലേൻ്റെ ഏരിയത്ത് അവന് കയറാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയാണ് ചെയ്തത്. അവരെല്ലാവരും അവിടെ ഉണ്ട്. ഫുഡ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. താഴെ ഈ ഒരു സെക്ഷനിൽ ഫുൾ ആളായിരുന്നു. അവിടെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മിഠായി തെരുവിലേക്കെല്ലാം ഒന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ഫോൺ വന്നു, കാരണം എവിടെയുള്ളത് നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഡ്രസ്സിന് ഓഫറൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലുലുവിൻ്റെ തന്നെ ഈ ഡ്രസ്സിൻ്റെ ആ ഒരു ഷോപ്പിലേക്ക് ഞാൻ പോയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഹൈപ്പറിലുള്ളതിനെക്കാട്ടിയും ഇഷ്ടം പോലെ ആളുള്ളത് ഡ്രസ്സിൻ്റെ സെക്ഷനിലാണെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഫുള്ളാളായിരുന്നു ഡ്രസ്സിൻ്റെ സെക്ഷനിൽ. ഞാൻ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പിന്നെ ഒറ്റയ്ക്ക് പോയത് കൊണ്ട് തന്നെ എടുക്കാനുള്ളൊരു മടി, കാരണം സെലക്ഷൻ ഉണ്ടെങ്കിൽ ഒരാളെങ്കിലും വേണമല്ലോ ഒരു അഭിപ്രായത്തിന്. അപ്പോൾ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് വന്നതല്ലേ. ജസ്റ്റ് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കയറാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് വന്നതാണ്. ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട്
ലാസ്റ്റ് പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അധികം ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി അതിലൊന്ന് കണ്ടതിന് ശേഷം പിന്നെ ഞാൻ നേരെ പോയത് ഇലക്ട്രോണിക്സിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ്. പിന്നെ അവിടെ ഞാൻ നോക്കാൻ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെയൊക്കെ റേറ്റൊക്കെ എങ്ങനെ വരുന്നതെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ലാപ്ടോപ്പ് വാങ്ങിക്കണം എന്നുണ്ട്. അപ്പം അങ്ങനെ എത്രയാണ് ലാപ്ടോപ്പിനൊക്കെ റേറ്റൊക്കെ വരുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോൾ പറഞ്ഞു മുകളിൽ തന്നെ ഉള്ളത് നമ്മളിവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നതിന് ശേഷം പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന്. പിന്നെ കളിക്കുന്ന ഏരിയയിലെത്തിയപ്പം ജസോനെ കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം ആ ബൈക്കിൻ്റെ ഒക്കെ മുകളിലൊക്കെ കയറിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിച്ചു. പിന്നെ ഒരു കുറച്ച് സമയം അവിടെ അങ്ങനെ ഓനടുന്ന് കളിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ താഴോട്ടേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ അധികം നേരമൊന്നും ആയിട്ടൊന്നുമില്ല, ഒരു 12:30 മണി ആ ഒരു സമയം ആയിട്ടുള്ളൂ. പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിഠായി തെരുവിലേക്കൊന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ ഇവർ കണ്ടിട്ടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോഴേക്കും ഹൈപ്പറിൽ ഫുള്ളാളായി. നമ്മൾ ഫസ്റ്റ് വരുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് പേര് മാത്രം ഉണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മുകളിൽ പോയി ഫുഡ് കഴിച്ചിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയപ്പോഴേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങി ഇനിയിപ്പോൾ കുറച്ച് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് ഇത് മിക്കവാറും ഇവിടെ ഫുള്ളാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ പോകേണ്ടത് മിഠായി തെരുവിലേക്കാണ്. ഇനി ഇവിടെ നിന്ന് മിഠായി തെരുവിലേക്ക് കുറച്ചും കൂടി ഓടാണ്ട് ഓട്ടോയിലൊക്കെ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് പോയാണ് ചെയ്തത്. അങ്ങനെ ഓട്ടോയിലൊക്കെ കയറി നേരെ മിഠായി തെരുവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 2-3 ഷോപ്പിലൊക്കെയാണ് കയറിയത്. അതിൽ പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ചെരുപ്പിൻ്റെ കടയിലാണ്, പിന്നെ സൺഡേ മാള് എല്ലാവരും കയറുന്ന പോലെ തന്നെ സൺഡേ മാളിൽ, പിന്നെ ഒരു ഫാമിലി മാളിലും അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. സൺഡേ മാളിൽ കയറാൻ കാരണം കുറച്ച് കമ്പലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഓഫറിലാണല്ലോ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ടു റെയിൽവേ സ്റ്റേഷനിലേക്ക്. പിന്നെ അവിടെ എത്തിയപ്പോഴേക്ക് എന്നെ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ തന്നെ പറഞ്ഞു ട്രെയിൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി നമ്മൾ വെച്ച് അവിടെ വരുമ്പോഴേക്ക് എത്തിപ്പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇല്ല, ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു ട്രെയിന്. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ട്രെയിനൊക്കെ കയറി നമ്മൾ നാട്ടിലങ്ങനെ എത്തിയിട്ടുണ്ട്.
ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം എല്ലാവരും ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. നമ്മൾ കണ്ണൂർ തളിപ്പറമ്പ് ആ ഒരു ഭാഗത്തേക്ക് എല്ലാവരും കൂടി പോയിട്ടുള്ളൂ. ഇത് ഇന്നേ വരേക്കും അങ്ങനെ എല്ലാവരും ഇങ്ങനെ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് എല്ലാവരും കൂടി ഇങ്ങനെ കോഴിക്കോടേക്കെല്ലാം പോകുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ കഫേയിലോട്ടേക്ക് വിടുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ഒരു ഷവർമയോ അതുപോലെ തന്നെ ഒരു ലൈമൊക്കെ കുടിച്ചിട്ട് നേരെ പിന്നെ വീട്ടിലോട്ടേക്ക് വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. Bye bye.